ഓം സരസ്വതി നമഃ. നമസ്തേ സജ്ജനങ്ങളെ, ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം പൂജപ്പുര ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ 2025 നടന്ന നവരാത്രി മഹോത്സവത്തിൻ്റെ 10ാം ഉത്സവ ദിവസമായ മഹാനവമിയിൽ ക്ഷേത്രത്തിൽ വൈകുന്നേരം നടന്ന ഉത്സവ കാഴ്ചകൾക്ക് പുറമെ ജനകീയ സമിതി നടത്തിയ ആദരവിൽ ഞങ്ങളുടെ ചാനലായ ഹരിപ്രിയ പ്രൊഡക്ഷൻസ് തുടർച്ചയായി 6 വർഷം ശ്രീ സരസ്വതി ദേവി ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെയും പ്രതിഷ്ഠാ വാർഷികത്തിൻ്റെയും ക്ഷേത്രത്തിൽ നടന്നുവരുന്ന മറ്റ് ചടങ്ങുകളുടെയും 100-ൽ-പരം വീഡിയോകൾ ദേവിക്ക് സമർപ്പിച്ചതിന് ക്ഷേത്രം ഞങ്ങൾക്ക് തന്ന ആദരവിൻ്റെയും ക്ഷേത്രത്തിന് മറ്റു സേവനങ്ങൾ നടത്തിയ വ്യക്തികളെ ആദരിച്ചതിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഭക്തിപുരസരം അമ്മയുടെ തൃപ്പാദങ്ങൾ സമർപ്പിച്ചുകൊള്ളുന്നു. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജഗദംബ നമ്മുടെ ഭാരതീയ സംസ്കൃതിയിൽ അമ്മയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. എല്ലാത്തിനെയും നാം അമ്മയായിട്ടാണ് കാണുന്നത്. ഭാരതാംബ പറയാറുണ്ട്, നദികളെ അമ്മയായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പുഴകളെ, കാടിനെ, കടലിനെ എല്ലാം കടലമ്മ, അല്ലെങ്കിൽ കാനനത്തിൽ വസിക്കുന്നവരാണെങ്കിൽ കാടിനൊരമ്മയുണ്ട്. എല്ലാം ദേവീ സങ്കല്പമാണ്. അപ്പം ഒരു അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഉഗ്രസ്വരൂപിണിയാണ്, ശാന്തസ്വരൂപിണിയാണ്, സ്നേഹമാണ്, കരുണയാണ്. അങ്ങനെ നാനാവിധത്തിലുള്ള വ്യക്തിപ്രഭാവമുള്ളതാണ് സ്ത്രീകൾ. അതിൽ തന്നെ മാതൃഭാവത്തിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശക്തി. കാളിയായിട്ടും ഭദ്രയായിട്ടും ഒപ്പം മാതാവായിട്ടും ഒക്കെ പല രൂപേണ നമ്മുടെ അമ്മമാരെ തന്നെ നമ്മൾ കാണാറുണ്ട്. അതിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ദേവീദേവന്മാരിൽ നമ്മൾ കാണുന്നത്. പ്രകടനം തന്നെയാണ് അന്നം എന്ന് പറയുന്നത്. അപ്പം ആയുധം പൂജ വെക്കാറുണ്ട്. എല്ലാ അർത്ഥത്തിലും സമർപ്പണത്തിന്റെ നാളുകളാണ് അവരവർ പ്രവർത്തിക്കുന്ന കർമ്മ മേഖല. ഏറ്റവും പരിചിതപരമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ വരുവാൻ നിങ്ങളോടൊപ്പം കിടക്കുകയാണ്. എനിക്ക് തന്നിരിക്കുന്ന വിഷയം ഹോളിസ്റ്റിക് വെൽനസ് എന്നാണ്. ലോകമെമ്പാടും ഹോളിസ്റ്റിക് വെൽനസ് പറഞ്ഞാൽ വെൽനസിലേക്ക്, അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടുന്ന അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെയാണ് ഹോളിസ്റ്റിക് വെൽനസ് എന്ന് പറയുന്നത്. സാധാരണ രോഗങ്ങളും അസുഖങ്ങളും മാനസിക പ്രശ്നങ്ങളും ശരീരത്തിലും ഉണ്ടാകും, മരുന്ന് തളാറുണ്ട്. അവനവനെ അറിഞ്ഞ്, നമ്മുടെ ഉള്ളിലെ ശക്തിയെ അറിഞ്ഞ് ജീവിതത്തിൽ ചില പരിപാലന അത് കൂടിക്കഴിയുമ്പോഴാണ് മനോരോഗ അവസ്ഥയിലേക്ക് പോകും. അപ്പൊ ലഘുവായ ചില ആളുകൾ ആരംഭിക്കുന്ന ദിവസമാണ്. മനുഷ്യർ മരിക്കുന്നതും വരെ വിദ്യാർത്ഥി ഔഷധമില്ലാതെ തന്നെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥയിൽ സത്യത്തിൽ നമ്മുടെ ആരാധന അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസമില്ലാത്തവരല്ല, ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. അവര് ജീവിക്കാനായിട്ട് പഠിച്ചു അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് എല്ലാവർക്കും അറിയാവുന്നത്. അതെല്ലാം കെട്ടിപ്പൊട്ടിച്ച് ആ യൂസർമാരുടെ അടുത്ത് മാറ്റി വെക്കും. അത് നമുക്കറിയുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്ന് അറിയില്ല. 2, ആ റിസോഴ്സ് ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഏത് വ്യക്തികളും വിജയത്തിലെത്തും എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ ആ ഭാവനയിൽ എത്ര രൂപയുടെ കാണാൻ കഴിയില്ലേ, എത്താൻ പറ്റില്ലേ? അദ്ദേഹത്തിന് ഉണ്ടാവേണ്ട പുറകോട്ടുള്ള എത്രയോ വർഷങ്ങൾക്ക് പിന്നിലുള്ള കാര്യത്തെ നമ്മൾ കണ്ടു. അത് അനുഭവത്തിലുള്ളതാണ്. എന്നാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്താണോ കാര്യം 2-3 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റ്, അത് നമ്മുടെ ഭാവനയിൽ എന്താണോ ഫിക്സ് ചെയ്യുന്നത് അത് കാണുന്നതും ഏത് കണ്ണിലൂടെയാണ്? ഈ കണ്ണിലൂടെയാണോ? നമ്മളെ അങ്ങനെ തളർന്നു പോകുന്നു, അല്ലെങ്കിൽ എവിടെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോയി, ആരും ചെയ്യാനില്ല, നമ്മൾ ആരെയാ വിളിക്കുന്നു? പറയൂ, ഭഗവാനെ വിളിക്കുന്നു. ലോക ജനസംഖ്യയിൽ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. ഓരോരുത്തരും ഓരോ കാര്യം
അവിടെ വരെ നമ്മൾ പോകില്ലേ? എല്ലാവർക്കും വായുണ്ട്, എനർജിയല്ലേ? മാതാപിതാക്കള് നിശ്ചയിക്കുന്ന പേരായിരുന്നു. അന്ന് തൊട്ട് നമ്മൾ ഊർജ്ജത്തിന്റെ പേരായി പേരിട്ടതുപോലെ നമുക്ക് പേര് ഈ ഊർജ്ജത്തിന് കൊടുക്കാവുന്ന എന്താ? ഈ ചിന്തിക്കാനുള്ള കഴിവ് മറ്റ് ജീവജാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആർക്കാവുന്നത് ഈ ഭൗമമണ്ഡലത്തിലെ 84. അപ്പൊ മറ്റൊരാണ് സൃഷ്ടി സ്ഥിതി നിങ്ങൾ അതേപോലെ പോകുന്നത് ഈ നിങ്ങൾ ചോദിക്കുന്നുണ്ട് തിരക്കുണ്ടായിരുന്നില്ല ഇപ്പോഴും വർഷങ്ങളായി നമ്മുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന നമുക്കൊരു മൊമെൻ്റോ കൊടുക്കണമെന്ന് കമ്മിറ്റി തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എന്നൊരു വേദി ഒരു 15 മിനിറ്റ് കച്ചേരി 6 മണിക്ക് തുടങ്ങും. അതിനുമായിട്ട് കൊടുക്കാനുള്ള തീരുമാനിച്ചത് അതിൻ്റെ ലിസ്റ്റ് ഇവിടെ സെക്രട്ടറി വായിക്കുന്നുണ്ടാവും. അതിനൊക്കെയായിട്ട് മൊമെൻ്റോ ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീ രാജൻ സൗണ്ട് കഴിഞ്ഞ 10 ദിവസവും നല്ല രീതിയിൽ ഉത്സവം നടത്തിപ്പിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ചെയ്തു തന്ന ശ്രീ രാജൻ സൗണ്ടിന് ജനകീയ സമിതിയുടെ പേരിൽ ഒരു സ്നേഹോപകാരം നൽകുന്നു. സീനി പൂജപ്പുരയെ ജനകീയ സമിതി ആദരിക്കുകയാണ്. ഇതുപോലെ ജനകീയ സമിതിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അമ്പല കമ്മിറ്റിയുടെ രാധാകൃഷ്ണനും ജയനും ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ സ്നേഹപൂർവ്വം ഇത് സ്വീകരിക്കാനായി വരുന്നു. അടുത്തത് മീഡിയയുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയവും ഇവിടെ നിന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തുന്ന ജയകേസരി മീഡിയ ഓപ്പറേറ്റ് ചെയ്യുന്ന ജയകേസരിക്ക് ജനകീയ സമിതിയുടെ സ്നേഹോപകാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻ നിസ്വാർത്ഥമായി ക്ഷേത്രാചാര അനുഷ്ഠാനങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ എവിടെ നോക്കിയാലും അവരുടെ പ്രവർത്തനം കാണാം. നിസ്വാർത്ഥ സേവനമാണ് അവർക്ക് ജനകീയ സമിതിയുടെ സ്നേഹാദരങ്ങൾ. പന്തലിൻ്റെ നല്ല രീതിയിൽ പന്തലൊരുക്കുകയും എപ്പോൾ പറഞ്ഞാലും നമ്മൾ പറയുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പന്തൽ നിർമ്മിച്ച് ഇതിനെ മനോഹരമാക്കി തീർത്ത പന്തൽ ആറ്റുകാൽ പന്തൽ തിലകൻ കൺട്രാക്റ്റിനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അനുമോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ട്രോഫി പിന്നെ കൊടുക്കും. കഴിഞ്ഞ 45 വർഷമായി നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നെ ജീവിക്കുന്ന സന്തോഷ് അമ്പലത്തിൻ്റെ ഭാഗമാണ്. പല കാര്യങ്ങളിലും
നമ്മളെ സഹായിക്കുകയും ഈ അടുത്ത കാലത്ത് പുതിയൊരു കലനിറക്കൽ പരിപാടിക്ക് കാറ്ററിങ്ങിൻ്റെ പരിശീലകരെ എല്ലാം നിരത്തിക്കൊണ്ട് നടത്തുന്ന സന്തോഷിൻ്റെ പ്രവർത്തനം അമ്പലത്തിൻ്റെ ഭാഗമാണ്. സന്തോഷിനെ ഞാൻ ആദരിക്കുകയാണ്. സന്തോഷിൻ്റെ കേസ് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഇന്ന് വന്ന ഒരു നാളെ, കാരണം നാളെ കുമാരസ്വാമി വരുന്ന സമയത്ത് കാവടി ചെങ്കല്ലൂരിന്നാണ് വരുന്നത്. അപ്പോൾ ആ കാവടി ഘോഷയാത്രയെ പുഷ്പാലങ്കാരം ഇവിടുന്ന് പൂവ്, നമ്മുടെ കൊച്ചു കുട്ടികളാണ് പൂവെടുത്ത് സന്തോഷിൻ്റെ വീട്ടിലാണ് ചെയ്യുന്നത്. അതിശയമായി ആദ്യമായി പൂജപ്പുരയിൽ സന്തോഷിൻ്റെ വീട്ടിൽ ഒരു മയിൽ വന്നു. മയിൽ അവിടെ തന്നെ നിൽക്കുകയാണ്, മയിൽ പോയിട്ടില്ല. കാരണം ആ മയില്, കാരണം മുരുകൻ വന്നതിന് പ്രതീകമായിട്ടാണ് അവിടെ മയിൽ വന്നിരിക്കുന്നത്. അതൊരു ജനകീയ സമിതിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ളൊരു വാർത്തയാണ്. അത് നിങ്ങളെ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ട് അറിയിച്ചത്. അതിൻ്റെ വീഡിയോ സന്തോഷം കഴിച്ചത്. തിരിച്ചുപിടി അവന് കാണാൻ പറ്റും. ചില കർമ്മത്തിന്റെ ഉണ്ടായിരിക്കണം. അത് നമ്മുടെ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുകൊണ്ടല്ലാത്തതുകൊണ്ട്, ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാത്തതിനാണ് നമ്മൾ വിധി എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നത്. പക്ഷെ അതിന്റെ വലിയ ഒരു കാരണമുണ്ട്. ചില എഫക്റ്റും നമ്മുടെ ശരീരമായിട്ട് അനുഭവിക്കും. ദോഷം ചെയ്തതിന്റെ ഉള്ളിൽ ദിനചര്യകളെയെല്ലാം ഒഴിവാക്കാനാണ് ചിട്ടയോടുകൂടിയുള്ള ആരാധന അനുഷ്ഠാനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിയായി പ്രവർത്തിക്കില്ല, ബുദ്ധിയെ കാണിച്ചു തരില്ല. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കലാണ് ആരാധന അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ മാലിന്യത്തെ കളയുക, ഊർജത്തെ ശുദ്ധീകരിച്ച് ഉയർത്തുക. ഈ രണ്ട് പ്രക്രിയകളാണ് മനുഷ്യജന്മം കിട്ടിയവര്. ഈ മനുഷ്യർ ഇവിടെ എത്തിയിട്ടും ഇങ്ങനെ കയ്യിൽ അങ്ങനെയുള്ളവരെന്ന് കൈ പൊക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ട്? 30 വരെങ്കിലും ഉണ്ട് ഇവിടെ അല്ലേ? ചക്രങ്ങളെ ആക്ടിവേറ്റ് എന്റെ നേരിട്ട് അത് എറണാകുളത്ത് മാത്രമേ ചെയ്യാറുള്ളൂ. അമ്മയുടെ കാരുണ്യം. തിരുവനന്തപുരം നവരാത്രി മണ്ഡപത്തിലും പാടുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. ഉത്സവം മന്ദബുദ്ധി പൊട്ടെ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ?
ഡേയ് ഹരി തൊഴാൻ പോകാനാണ് എന്റെ കൂടെ പഠിച്ച കസിൻ ചേച്ചി ഡേയ് ആദരവ് വെച്ചിട്ടുണ്ട് സെക്രട്ടറി വിളിച്ച് പറഞ്ഞു 4:30 എത്തണം.
കിട്ടിയാൽ ആ ഉള്ള തിരികെ വെക്കാവുന്നതാണ്. ഒരു സ്വർണ്ണ വരാറായ